എല്ലാവർക്കും നമസ്കാരം. അസർബൈജാൻ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പോകുന്നത് അസർബൈജാനിലെ ഗബാലയിലുള്ള ലാസ വില്ലേജ് കാണാനാണ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ലാസ വില്ലേജിലേക്ക് പോകുന്നത് ഈ ബഗ്ഗിയിലാണ്. ഞങ്ങൾ 5 ബഗ്ഗിയാണ് റെൻറ്റിനെടുത്തത്. നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്തിട്ട് തന്നെ പോകണം. ഞാനും അശോകൻ സാറുമാണ് ഒരു ബഗ്ഗിയിലുണ്ടായിരുന്നത്. 2 ബഗ്ഗി 2 സീറ്ററും ബാക്കിയെല്ലാം 4 സീറ്ററായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ യാത്ര. നല്ല തണുപ്പായിരുന്നു. ലാസ വില്ലേജ് ഏകദേശം 1300 മീറ്ററോളം സീ ലെവലിൽ നിന്നും മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഏകദേശം 28 വീടുകളും ഉണ്ട് എന്നാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലാക്കിയത്. നമ്മൾ അങ്ങോട്ടൊന്നും യാത്ര ചെയ്തില്ല. ഒരുപാട് സ്ഥലങ്ങളുണ്ട് ലാസ വില്ലേജിൽ കാണാൻ വേണ്ടി. ഒരുപാട് വെള്ളച്ചാട്ടങ്ങളിലും ഉള്ള സ്ഥലമാണ്, വാട്ടർഫോൾസ്. ഇപ്പോഴും വാട്ടർഫോൾസ് ഒന്നും ഉണ്ടാകത്തില്ല. അതേപോലെ ഒരു സൈഡ് മുഴുവൻ ഒരു പുഴയാണ് നമ്മൾ പോകുന്ന ഭാഗത്തിൻ്റെ. അത് വരുന്നത് റഷ്യയിൽ നിന്ന് വരുന്ന പുഴയാണ്. അതേപോലെ ഈ ലാസ വില്ലേജിലെ മെയിൻ കൃഷി എന്ന് പറഞ്ഞാൽ പൊട്ടാറ്റോവും ക്യാബേജുമാണ്. നമുക്കതൊന്നിപ്പോൾ കാണാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഡിഫറെൻ്റ് ആണ്. തണുപ്പുള്ള സമയത്ത് ഈ ഭാഗം മുഴുവൻ ഐസായിരിക്കും. ഞാൻ ഗൂഗിളിൽ കുറേ ഫോട്ടോസ് കണ്ടു. ഈ വില്ലേജിൻ്റെ ഫുള്ള് പച്ചപ്പായിട്ട് അതിമനോഹരമായ കാഴ്ചയാണ്. പക്ഷെ ഇപ്പം വിൻ്റർ ആയതുകൊണ്ട് പച്ചപ്പൊന്നും ഇല്ല. പക്ഷെ എന്നാലും മലകളിലൊക്കെ ഐസ് ഒരുപാട് കാണാനുണ്ട്. നല്ലൊരു ഭംഗിയാണ്. എന്തൊരു തണുപ്പായിരുന്നു പറയാം. ഈ പുഴയാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒഴുകി വരുന്നത്. ഏകദേശം 10 കിലോമീറ്ററോളം ഡ്രൈവ് ചെയ്യാനുണ്ട് മുകളിലേക്ക്. പോകുന്ന വഴി ഒരുപാട് പഴയ വാഹനങ്ങൾ കാണാൻ പറ്റും. ട്രക്കുകൾ, കാറുകളൊക്കെ. വില്ലേജുകളൊക്കെ കൂടുതലും പഴയ കാറുകളാണ് ഓടുന്നത്. നമ്മുടെ പഴയ ഫിയറ്റ് പത്മിനി പോലത്തെ വാഹനങ്ങളാണ് കൂടുതലും വില്ലേജുകൾ കാണാൻ പറ്റുക. കുറേ ഭാഗം താർ റോഡാണ്. പിന്നീട് വീണ്ടും ഓഫ് റോഡ് വരും. പിന്നെ വീണ്ടും താർ റോഡ് തന്നെ വീണ്ടും വരും. അങ്ങനെ മാറി മാറിയിട്ടാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഡ്രൈവിംഗ് ഒക്കെ. ഇവിടെ നമുക്ക് ലാസ വില്ലേജിൻ്റെ ഒരു ബോർഡ് കാണാം, നല്ല റെഡ് കളറിൽ എഴുതിയിട്ട്. നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇവിടുന്ന് പിന്നീട് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വലിയൊരു കയറ്റമായിരുന്നു. ആ കയറ്റം കയറി കഴിഞ്ഞാൽ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അത്ര വരെയാണ് നമ്മൾ യാത്ര ചെയ്തത്. അവിടെ ഒരു കോഫി ഷോപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ പോയിൻ്റ്.
അങ്ങനെ ഞങ്ങളിവിടെ എത്തി. ഇത് ഇവിടെയാണ് ഈ ബഗ്ഗിയൊക്കെ പാർക്ക് ചെയ്യുന്നത്. അതൊക്കെ ഇൻസ്ട്രക്ഷൻ തരാനൊക്കെ ആൾക്കാരുണ്ട്. നമ്മളെല്ലാവരും ഇവിടെ പാർക്ക് ചെയ്തു 1 by 1 ആയിട്ട്. അവർ പറഞ്ഞു തരാം ഇവിടെ വെക്കണമെന്നൊക്കെ. ബഗ്ഗിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഓടിക്കാൻ വേണ്ടിയിട്ട്, വളരെ സിമ്പിളാണ്. സ്റ്റാർട്ട് ചെയ്യുക, ഒരു ബട്ടൺ സ്റ്റാർട്ടാണ്, ഗിയറൊന്നും ഇല്ല, നേരെ ആക്സിലേറ്റർ കൊടുത്തോളം പോയിക്കോളാം, അത്രേ ഉള്ളൂ. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ വ്യൂ പോയിന്റ്. വളരെ മനോഹരമായ ബ്യൂട്ടിഫുൾ പ്ലേസ്. ശരിക്കും ചെറിയൊരു പച്ചപ്പേ ഉള്ളൂ, പക്ഷെ അതിൽ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ തിങ്ക് ചെയ്യായിരുന്നു, അപ്പോൾ ഈ ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഴുവൻ പച്ചപ്പായിരിക്കുമല്ലോ, അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കില്ല കാണാൻ. ഇവിടെ കുറേ ചായയൊക്കെ കുടിക്കാൻ, ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട്, ഹട്ട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ പോകുന്നത് ഇതാ, ഇവിടെ ഒരു പുഴയാണ്. ഞാൻ മുന്നേ പറഞ്ഞിരുന്നു ഒരു പുഴ ഒഴുകുന്നുണ്ട്, അതാണിത്. കുറച്ചേ വെള്ളമുണ്ട്, നടുക്കേക്കിട്ട് ചെറിയൊരു ചാല് പോലെ വെള്ളം പോകുന്നുണ്ട്. ഇത് റഷ്യയിൽ നിന്ന് വരുന്നതാണെന്നാണ് ഇവിടെയുള്ളവർ പറഞ്ഞത്. അതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന പച്ച, ഇതിൽ നിറച്ചും ആടുകളൊക്കെ വേയുന്നുണ്ട്. ഇവിടെ കൂടുതലും ഈ ചെമ്മരിയാടാണ് കൂടുതലുള്ളത്. ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ഒരു നല്ലൊരു സ്ഥലം സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം റഷ്യയാണ്. അതേപോലെ ഇവിടെ അസർബൈജാൻ്റെ മിലിറ്ററി ക്യാമ്പൊക്കെ ഉണ്ട്. ബോർഡറാണ്, റഷ്യൻ ബോർഡറാണ്, അസർബൈജാൻ റഷ്യ ബോർഡർ. ഒരുപാട് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തു. നല്ല വ്യൂ പോയിൻ്റ് ആയിരുന്നു. പിന്നീട് നമ്മൾ അവിടെ അസർബൈജാൻ ടീ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചു എല്ലാവരും കൂടി. നല്ലൊരു വൈബായിരുന്നു. ആ തണുപ്പിലൊരു ചായയൊക്കെ കുടിക്കുമ്പോഴേ നല്ലൊരു സുഖമായിരുന്നു. ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അങ്ങനെ മലയിറങ്ങി. തിരിച്ചു വരുമ്പോൾ ഞാനാണ് ബഗ്ഗി ഡ്രൈവ് ചെയ്തത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങോട്ട് പോകുമ്പോൾ വശവേട്ടനായിരുന്നു, ഇങ്ങോട്ട് ഞാനെടുത്തു. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.